സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ എല്ലാവരും? സുഖാണ്. ഹാപ്പി ആയിരിക്കുന്നു. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പം നമുക്ക് ഇനി സെഷനിലേക്ക് പോവാം. നല്ല മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞു. എല്ലാവരും നല്ല രീതിയിലൊക്കെ മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ ഇന്നത്തെ പോസ്റ്ററൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? യെസ് ഓർ നോ? എന്താരും ഒന്നും പറയാത്തെ? ശ്രദ്ധിച്ചു. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പം നമ്മുടെ JCIയുടെ സോൺ ട്രെയിനർ ആയിട്ടുള്ള അശ്വിൻ സാറാണ് ഇന്ന് നമുക്ക് സെഷൻ എടുക്കാൻ പോകുന്നത്. സോ അശ്വിൻ സാറുടെ ടോപ്പിക് വരുന്നത് എക്സിക്യൂട്ടീവ് ദ ലീഡർഷിപ്പ് ഇൻ യു എന്നുള്ള ഒരു ടോപ്പിക്കാണ് സാർ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു സെഷനിലേക്ക് ഞാൻ അശ്വിൻ സാറെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അശ്വിൻ സാർ, Good morning. good morning sir, please welcome. Okay, so very good morning. അപ്പോൾ 5 AM ക്ലബിൻ്റെ കൂടെ പിന്നെയും ഒരു ഗസ്റ്റ് വരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാൻ ടോപ്പിക്കിൽ ചെറിയ ഒരു മാറ്റമുണ്ട്. എസ്കേവേറ്റ് ദ ലീഡർഷിപ്പ് ഇൻ യു എന്നുള്ളത് ഞാൻ കൊടുത്ത ടോപ്പിക്ക്. പക്ഷേ അതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മാറി നമ്മൾ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റികളെ പറ്റിയുള്ള ചെറിയൊരു സെഷനാണ് ഞാൻ ഇന്നിവിടെ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അല്ലെ, ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ്. അപ്പോൾ നമ്മളെല്ലാവരും വ്യത്യസ്ത പേഴ്സണാലിറ്റിയുള്ള ആളുകളാണ്. ഓരോ ആളുകൾ ഓരോ തരമാണ്, ഓരോ ടൈപ്പാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു സൊസൈറ്റിയിൽ അല്ലെ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മുടെ വീട്ടിലൊക്കെ പല ആളുകളുമായി ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട ആളുകളാണ്. ആ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ, അല്ലെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ റിലേഷൻഷിപ്പുള്ള നമ്മുടെ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ ആയിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ ഏത് തരത്തിൽപ്പെട്ട പേഴ്സണാലിറ്റിയുള്ള ആളുകളാണ്, അവരുടെയൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് കുറച്ച് സമയം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് എക്സ്ട്രാക്റ്റ് ആയി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കളർ ബേസ്ഡ് പേഴ്സണാലിറ്റീസ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. കളർ ബേസ്ഡ് പേഴ്സണാലിറ്റീസ്, അതായത് നമ്മളെ പേഴ്സണാലിറ്റികളെ, ഹ്യൂമൻ പേഴ്സണാലിറ്റീസിനെ ഇപ്പോഴത്തെ റീസെൻറ്റ് സ്റ്റഡീസ് വെച്ചിട്ട് നമുക്ക് 4ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. 4 തരം. ആ 4 ടൈപ്പ് ആളുകളെ നമ്മൾ ഓരോ കളർ വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ കളർ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഏത് രീതിയിൽ നമുക്ക് അവരുടെ കൂടെ ഒത്തുചേർന്ന് പോകാൻ വേണ്ടി സാധിക്കുമെന്നുള്ള കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ കളർ ബേസ്ഡ് പേഴ്സണാലിറ്റി ഇൻസൈറ്റ്സ്, അതാണ് എൻ്റെ ടോപ്പിക്. കളർ ബേസ്ഡ് പേഴ്സണാലിറ്റി ഇൻസൈറ്റ്സ്. ഞാൻ ചെറിയൊരു പ്രസൻറ്റേഷൻ ഒന്ന് ഷെയർ ചെയ്യാം. എന്നെ ഒന്ന് കോ ഹോസ്റ്റ് ആക്കാൻ വേണ്ടി സാധിക്കും, എങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ പ്രസൻറ്റേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഓക്കെ സർ. ഓക്കേ, ഇപ്പോൾ ഒരു സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലേ? 4 കളർ ഓവർവ്യൂ എന്ന് പറഞ്ഞൊരു. ഓക്കെ ഓക്കെ. സോ ഹ്യൂമൻ പേഴ്സണാലിറ്റീസിനെ നമ്മൾ ഇപ്പോൾ നടക്കുന്ന റീസെൻറ്റ് സ്റ്റഡീസ് വെച്ചിട്ട് നമുക്ക് 4ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിൽ ഒന്ന് പറയുന്നത് കൂൾ ബ്ലൂ പേഴ്സണാലിറ്റി ഉള്ളവർ, അല്ലെങ്കിൽ കൂൾ ബ്ലൂ കളർ പേഴ്സണാലിറ്റി ഉള്ളവരാണ് ഒരു കാറ്റഗറി. മറ്റൊന്ന് ഫിയറി റെഡ് പേഴ്സണാലിറ്റി ഉള്ളവർ മറ്റൊരു കാറ്റഗറി.
വേറെയാണ് സൺഷൈൻ യെല്ലോ ഉള്ളവർ മറ്റൊരു കാറ്റഗറി, പിന്നെ എർത്ത് ഗ്രീൻ എന്നുള്ളത് വേറൊരു കാറ്റഗറി. അങ്ങനെ ടോട്ടൽ ഹ്യൂമൻ പേഴ്സണാലിറ്റീസിനെ നമ്മൾ 4 കാറ്റഗറികളാക്കി തിരിക്കുന്നു. അപ്പോൾ അവരുടെയൊക്കെ കോർ ട്രേറ്റ്സ് ആൻഡ് അവരുടെയൊക്കെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലൊക്കെയാണ് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഞാൻ മുൻപ് പറഞ്ഞ പോലെ നമ്മൾ പലപ്പോഴും നമ്മൾ ഒരു വളരെയധികം ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത്, അത് റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി, ജോലി സ്ഥലത്താണെങ്കിലും നമ്മുടെ വീടുകളാണെങ്കിൽ പോലും, ഇങ്ങനെ നമ്മുടെ ചുറ്റിലുമുള്ളവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ് അറിഞ്ഞു വെക്കുന്നത് നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാവും. സോ നമ്മൾ ഏറ്റവും ആദ്യം കൂൾ ബ്ലൂ പേഴ്സണാലിറ്റിയിലെ ആളുകളുടെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൂൾ ബ്ലൂ. അപ്പം നമ്മളിൽ പലരും ഇങ്ങനത്തെ പല പേഴ്സണാലിറ്റി ട്രേറ്റ് ഉള്ളവരായിരിക്കും. അപ്പോൾ ഈ സെഷൻ്റെ അവസാനം നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം നിങ്ങളിതിൽ ഏതിലാണ് വരിക എന്നുള്ളത്. ഓക്കെ. സോ കൂൾ ബ്ലൂ പേഴ്സണാലിറ്റി ഉള്ളവർക്ക് അവരെപ്പോഴും ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. അവരുടെ മെയിൻ ഗോൾസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ മനസ്സിലാക്കുക, മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളതൊക്കെയാണ് അവരുടെ ഒരു ഗോൾസ് എന്ന് പറയുന്നത്. പിന്നെ അവരുടെ ഒരു അപ്രോച്ച് ടു ദി ലൈഫ് എന്ന് പറഞ്ഞാൽ ഹൈ സ്റ്റാൻഡേർഡ് ആൻഡ് കറക്റ്റ് ആയിരിക്കും. കാരണം ഒരു നല്ല രീതിയിൽ, ഒരു ഉന്നതമായ രീതിയിൽ മറ്റുള്ളവരെ കാണുക, ഒരു ഉന്നതമായ രീതിയിൽ ജീവിക്കുക എന്ന് വെച്ചാൽ ഒരു തോട്ട് ഓറിയൻ്റ് ആയിട്ട്, കുറച്ച് വാല്യൂസ് ഓറിയൻ്റ് ആയിട്ട് ജീവിക്കുക. അതാണ്, അല്ലാതെ ഭയങ്കര റിച്ച് ആയിട്ട് ജീവിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടി വാല്യൂസിൽ അവർ ഒരു ഹൈ പോയിന്റ് ആയിരിക്കും. അതാണ് ഹൈ സ്റ്റാൻഡേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ വാല്യൂസിൽ നിന്ന് മാറാൻ വേണ്ടി അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും വാല്യൂസിനെ ഗൈഡ് ചെയ്തുകൊണ്ട്, വാല്യൂസിനെ നോക്കിക്കൊണ്ട് ജീവിക്കുക, അതൊക്കെ ആയിരിക്കും. പിന്നെ കുറച്ചുകൂടി അനലിറ്റിക്കൽ ആൻഡ് ഡിസ്റ്റൻ്റ് ആയിരിക്കും. കാര്യങ്ങളെ കുറച്ചുകൂടി അവർ അനലിറ്റിക്കലായിട്ടാണ് എപ്പോഴും കാണുക. ഇപ്പം ഏതൊരു കാര്യമാണെങ്കിലും കുറച്ചുകൂടി ഒരു ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കലായിട്ട് അവർ കാര്യങ്ങളെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഈ പേഴ്സണാലിറ്റി ഒരാൾ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു ഷോപ്പിൽ ഇപ്പം 50% ഓഫർ, ഈ ഷോപ്പിൽ നിന്ന് 50% ഓഫർ ഉണ്ട്, നിങ്ങൾ സാധനങ്ങൾ വാങ്ങുമെന്നുള്ളൊരു പരസ്യവാചകം കണ്ടു കഴിഞ്ഞാൽ അവരതിനെ കുറച്ചുകൂടി അനലിറ്റിക്കലായിട്ടാണ് അവർ ചിന്തിക്കുക. എന്തുകൊണ്ട് ഈ ഒരു ഓഫർ ഇവിടെ നൽകുന്നു, ഈ ഓഫറിൽ സാധനം എടുത്താൽ നമുക്ക് കുറച്ചുകൂടി ലാഭമുണ്ടോ, അല്ലെങ്കിൽ ഇതൊരു ബിസിനസ് ഐഡിയ മാത്രമല്ലേ എന്നുള്ള ആ രീതിയിലൊരു ചിന്തയാണ് പൊതുവെ ഈ ഒരു അനലിറ്റിക്കൽ ടൈപ്പ് ഓഫ്, അല്ലെങ്കിൽ ഈ ബ്ലൂ ഉള്ള ആളുകൾക്ക് ഉണ്ടാകുന്നൊരു ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി അവർ എന്തൊക്കെയാണ് അവർ ചെയ്യാറ്, എന്തൊക്കെയാണ് അവർ സാധാരണ അവർക്ക് ഇഷ്ടമില്ലാത്തത് എന്നുള്ളതാണ്. അവർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, ഒന്ന് ബി വെൽ പ്രിപ്പയർഡ് ആൻഡ് തൊറോ എന്നുള്ളതാണ്. കാരണം ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ അവർ നന്നായി പ്രിപ്പയർ ചെയ്ത് അതിനെപ്പറ്റി നന്നായി അതിൻ്റെ എല്ലാ വശങ്ങളും അറിഞ്ഞ് എല്ലാ വശങ്ങളെ പറ്റി നോക്കിയതിന് ശേഷം മാത്രമേ അവർ ആ ഒരു സാധനം ചെയ്യാറുള്ളൂ. പിന്നെ പുട്ട് തിങ്സ് ഇൻ റൈറ്റിംഗ്. കാരണം അവർ കാര്യങ്ങളൊക്കെ എപ്പോഴും എന്താ പറയുക, എഴുതി വെച്ചിട്ടാണ് പലപ്പോഴും ചെയ്യാറ്. ഏത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നന്നായി എഴുതി വെച്ചതിന് ശേഷം മാത്രമാണ് അവർ കാര്യങ്ങൾ ചെയ്യുക. അതാണ് പുട്ട് തിങ്സ് ഇൻ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ലെറ്റ് മീ കൺസിഡർ ഓൾ ദ ഡീറ്റെയിൽസ്. ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളെയും നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അവർ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പം ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി അതിനെപ്പറ്റി കൃത്യമായി എഴുതി വെച്ച് അതിൻ്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും പഠിച്ച് അതിനുശേഷം മാത്രം കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഈ കൂൾ ബ്ലൂ പേഴ്സണാലിറ്റി ഉള്ളവർ. ഇനി അവർക്ക് ചെയ്യാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ അവർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, എപ്പോഴും വളരെ ക്ലോസ് ആവുന്നതോ, അല്ലെങ്കിൽ അവർക്ക് തീരെ ഇഷ്ടമല്ല. ഈ കൂൾ ബ്ലൂ പേഴ്സണാലിറ്റിയുള്ളവർക്ക് വളരെ ക്ലോസ് ആവുക, അല്ലെങ്കിൽ വന്ന് കെട്ടിപ്പിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവർക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. ചിലപ്പോൾ ഷെയ്ക്കാൻ കൊടുക്കാൻ വിമുഖതയുള്ളവരായിരിക്കും. പിന്നെ ഒരു ഒരു നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലേക്ക് മറ്റൊരാളെ ഇടിച്ച് കയറുന്ന ഇവർ തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇവർക്ക് എപ്പോഴും ഒരു ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ടാകും. എപ്പോഴും ആ സുഹൃത്തുക്കളായിരിക്കും ഇവരുടെ കംഫേർട്ട് സോൺ. അപ്പോൾ അതിലേക്ക്, ആ ഒരു ബന്ധത്തിലേക്ക് ഇടിച്ചു കയറി വരിക, അതൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്. ദെൻ ബി ഫ്ലിപ്പ് ആൻഡ് ഓൺ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ്. അതായത് ഈ ആൾക്കാരോട് മറ്റുള്ള ആളുകളോട് ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായി പെരുമാറുക, അത് ഇവർക്ക് ഭയങ്കര സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ മറ്റുള്ള ആൾക്കാർ ഒരു വേണ്ടത്ര ബഹുമാനം ഇവർക്ക് നൽകുന്നില്ല, അല്ലെങ്കിൽ വേണ്ടത്ര റെസ്പെക്ട് ഇവർക്ക് നൽകുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് ഇവർക്ക് തീരെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും. പിന്നെ ചേഞ്ച് മൈ റൊട്ടീൻ വിത്തൗട്ട് നോട്ടീസ്. ഈ കൂൾ ബ്ലൂവിൽ വരുന്ന ആളുകളെല്ലാം ഒരു കൃത്യമായ റൊട്ടീൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. കൃത്യമായ ഒരു റൊട്ടീനിൽ പോകുന്ന, റൊട്ടീൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇവരുടെ റൊട്ടീൻ മറ്റെന്തെങ്കിലും കാരണവശാൽ മാറിയാൽ അത് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവശാൽ ഇവരുടെ റൊട്ടീൻ മാറ്റേണ്ടി വന്നാലൊക്കെ അത് ഇവർക്ക് ആകെ, ഇവരുടെ മൊത്തം കാര്യങ്ങളാകെ താറുമാറാവുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോവുക. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങളും ഇവർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളും. ഇതാണ് കൂൾ ബ്ലൂ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതകളെന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തൊരു ഇൻസൈറ്റിലേക്ക് പോകണം. അതാണ് ദ എർത്ത് ഗ്രീൻ, അഥവാ ഗ്രീൻ എന്ന് പറയുന്നത്. ഗ്രീൻ പേഴ്സണാലിറ്റിയിലെ ആളുകൾ. ഇപ്പം ഗ്രീൻ പേഴ്സണാലിറ്റി ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ പൊതുവെ ഒരു ഹാർമണി ഓറിയൻ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുക, ഒരുമിച്ച് ചേർത്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഗോൾ എന്ന് പറയുന്നത്.
അപ്പോൾ കുറച്ചുകൂടി ഒരു ഫോക്കസ് ഓൺ സ്റ്റെബിലിറ്റി, വാല്യൂസ് ആൻഡ് സപ്പോർട്ടിങ് അതേഴ്സ്. മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. ഇപ്പോൾ ഒരു ഓഫീസൊക്കെ ആണെങ്കിൽ ആ ഓഫീസിലെ ഒരു മാനേജർ ഒരു ഗ്രീൻ പേഴ്സണാലിറ്റി ആൾക്കാരാണെങ്കിൽ അയാൾ എല്ലാവരുടെ അടുത്തും പോയി എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും പേഴ്സണൽ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവരുടെ ബുദ്ധിമുട്ടുകൾ അന്വേഷിക്കുകയും അതൊക്കെ മാക്സിമം റിസോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കും അവിടുത്തെ മാനേജർ എന്ന് പറയുന്നത്. പിന്നെ കുറച്ചുകൂടി അവർ ഈ പിന്നെ ഉം, കിട്ടുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും അതേപോലെ ആ നിർദ്ദേശങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് മറ്റുള്ള ആൾക്കാർക്ക് നൽകാനും പറ്റുന്ന ഒരാൾക്കാരാണ് ആര്, ഈ ഗ്രീൻ പേഴ്സണാലിറ്റി എന്നുള്ള ആളുകൾ. കുറച്ചുകൂടി ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള, എന്നാൽ വളരെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ആളുകളായിട്ടാണ് പൊതുവെ ഈ ഗ്രീൻ പേഴ്സണാലിറ്റി ആളുകൾ നമ്മൾ സാധാരണ കാണാറ്. കുറച്ചുകൂടി ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കുറച്ച് ഒബീഡിയൻ നേച്ചർ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. കിട്ടുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുക, അതനുസരിച്ച് ജോലി ചെയ്യുക, അല്ലെങ്കിൽ അതനുസരിച്ച് കാര്യങ്ങൾ നന്നായി ചെയ്യുക, അധികം ആരോടും വഴക്കിനൊന്നും പോകാതെ വളരെ ഹാപ്പി ആയിട്ട് പീസ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ഒരു ഗ്രീൻ പേഴ്സണാലിറ്റി ആളുകളുടെ ഒരു പ്രത്യേകത. അപ്പോൾ അതാണ് ഒരു മൈൽഡ് ആൻഡ് ഡൊസൈൽ എന്ന് പറയുമ്പോൾ തന്നെ അതാണ് വളരെ ഒരു മൈൽഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി ഒരു ഇൻട്രോവേർട്ട് എന്ന് ചില സമയത്ത് പറയാൻ പറ്റുന്ന ഒരു ആൾക്കാരായിരിക്കും അധികം ഈ ഗ്രീനിൽ ഉണ്ടാവുക. ഗ്രീനിൽ പിന്നെ അടുത്താണ് ഇത്. അപ്പോൾ അവരുടെ ഡൂസ് ആൻഡ് ഡോൺസ് ആണ് നമ്മൾ പറയുന്നത്. ഗ്രീനിൻ്റെ ഡൂസ് ആൻഡ് ഡോൺസ്, അവർ ബി പേഷ്യൻ്റ് ആൻഡ് സപ്പോർട്ടീവ് ആയിരിക്കും, നല്ല ക്ഷമയുള്ളവരായിരിക്കും, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സ്ലോ ഡൗൺ ആൻഡ് വർക്ക് അറ്റ് മൈ പേസ്, അപ്പോൾ എപ്പോഴും അവർ അവരുടെ ഇഷ്ടത്തിന് മാത്രമേ ജോലി ചെയ്യുള്ളൂ. കാരണം മറ്റൊരാൾ പറയുന്ന രീതിയിൽ അവർ ജോലി ചെയ്യില്ല, അവർക്ക് അവരുടെ ഇഷ്ടത്തിന് അവർ ജോലി ചെയ്യും, അവരുടെ ജോലി കംപ്ലീറ്റ് ആക്കുകയും ചെയ്യും. ദെൻ ആസ്ക് മൈ ഒപ്പീനിയൻ ആൻഡ് ഗിവ് മീ ടൈം ടു ആൻസർ. യെസ്, അപ്പോൾ ഇവർക്ക് എപ്പോഴും ഇവരെ കൂടി കൺസിഡർ ചെയ്യണമെന്ന് ഇവർ വിചാരിക്കും. കാരണം എൻ്റെ കൂടി അഭിപ്രായം എടുക്കുക, പിന്നെ എനിക്ക് എൻ്റേതായ സമയം കൂടി നൽകുക എന്നുള്ളത് ഇവർ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട, ഇവർ വേണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ. മറ്റൊന്ന് ഡോൺസ് ആണ്. അതായത് അപ്പോൾ ഇവർ പൊതുവേ നല്ലൊരു നേച്ചർ ആയിരിക്കും, എല്ലാവരെയും സഹായിക്കുന്ന നേച്ചർ ആയിരിക്കും. അപ്പോൾ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് മൈ ഗുഡ് നേച്ചർ, അതായത് ആ ഒരു ഹെൽപ്പിംഗ് നേച്ചറിനെ ഒരാൾ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്താൽ അത് ഇവർ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. നമ്മൾ ആരും ഇഷ്ടപ്പെടില്ല, അതുപോലെ ഇവരും ഇഷ്ടപ്പെടില്ല. ദെൻ പുഷ് മീ ടു മേക്ക് ക്വിക്ക് ഡിസിഷൻസ്, പെട്ടെന്ന് പെട്ടെന്ന് ഡിസിഷൻ എടുക്കേണ്ട കാര്യങ്ങൾ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. വളരെ പെട്ടെന്ന് ഒരു അഭിപ്രായം പറയാൻ വേണ്ടി പറയുക, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് മുകളിൽ പെട്ടെന്ന് വളരെ ചെറിയ സമയം കൊണ്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറയുക, അതൊക്കെ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും. ദെൻ ബ്രിങ് അപ്പ് ലാസ്റ്റ് മിനിറ്റ് സർപ്രൈസ്. അപ്പോൾ ഈ ആളുകൾ പൊതുവെ അങ്ങനത്തെ ഒരു ലാസ്റ്റ് മിനിറ്റ് സർപ്രൈസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കില്ല. അത് പെട്ടെന്ന് നമ്മുടെ ഒരു തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവുക, അല്ലെ പെട്ടെന്ന് നമ്മുടെ പ്ലാനിൽ മാറ്റം ഉണ്ടാവുക, അല്ലെ പെട്ടെന്ന് ഒരു സർപ്രൈസ് ആയിട്ടൊരു എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുക, അതൊന്നും ഇവർക്ക് തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരിക്കും ഈ ഗ്രീൻ പേഴ്സണാലിറ്റിയിൽ വരുന്ന ആളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലൂവും കഴിഞ്ഞു, ഗ്രീനും കഴിഞ്ഞു. ഇനി അടുത്തതാണ് ദ സൺഷൈൻ യെല്ലോ എന്ന് പറയുന്നത്. സൺഷൈൻ യെല്ലോ, അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ വളരെ ടോക്കറ്റീവായിട്ട് എല്ലാവരോടും സംസാരിച്ച് എല്ലാ സ്ഥലത്തും ഇടിച്ചു കയറി സംസാരിച്ച് ഇടിച്ചു കയറി സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. പൊതുവെ അങ്ങനത്തെ ആളുകളാണ് ഈ സൺഷൈൻ യെല്ലോ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരിക. എല്ലാവരോടും നല്ല ആക്റ്റീവായി സംസാരിക്കുക, നല്ല ഫണ്ണായിരിക്കും, ഇൻട്രാക്റ്റീവ് ആയിരിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടറായിരിക്കും ഈ ആൾക്കാരെന്ന് പറയുന്നത്. ഏഹ് ഭയങ്കര ടോക്കറ്റീവ് ആയിരിക്കും, ഭയങ്കര ഒരു ഹാപ്പി ഫേസ് ആയിരിക്കും ഇവർക്ക് എപ്പോഴും ഉണ്ടാവുക. എല്ലാ ആളുകളോടും യാതൊരു റെക്കഗ്നീഷനും ഇല്ലാതെ സംസാരിക്കും. ഒരു എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരൊക്കെ പൊതുവെ യെലോയിലായിരിക്കും വരിക. അപ്പോൾ ഇവരുടെ ഗോൾസ് എന്ന് പറഞ്ഞാൽ റെക്കഗ്നീഷനാണ്. അത് മറ്റുള്ളവരുടെ ഒരു അംഗീകാരം എപ്പോഴും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പിന്നെ എപ്പോഴും ഫൺ ആൻഡ് ഇൻട്രാക്ഷൻ, നമ്മുടെ സിറ്റുവേഷൻസിൽ നമ്മുടെ സാഹചര്യത്തിലൊക്കെ തമാശകൾ ഉണ്ടാക്കുക, പരസ്പരം ഇൻട്രാക്ട് ചെയ്യുക, മാക്സിമം ആൾക്കാരോട് സംസാരിക്കുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ഒരു ഇഷ്ടമെന്ന് പറയുന്നത്. ദെൻ മറ്റുള്ളവർ ഇവരെ നോക്കുന്ന സമയത്ത് ഇവർ തീരെ ഡിസ്ഓർഗനൈസ്ഡ് ആണ്, ഇവർക്കൊരു ലക്ഷ്യമില്ല, ഒരു ഗോളില്ല എന്നൊക്കെ തോന്നും നമ്മൾ നോക്കുന്ന സമയത്ത്. അപ്പം ഇനി കുറച്ചുകൂടി എന്താണ് ഇവരുടെ ഡൂസ് ആൻഡ് ഡോൺസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവരധികം ബി ഫ്രണ്ട്ലി ആൻഡ് സോഷ്യബിൾ ആണ്, ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും, ഭയങ്കര സോഷ്യബിൾ ആണ്. ദെൻ ബി എൻ്റർടൈനിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ്, ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു എൻ്റർടൈനിങ് ആയിരിക്കും, സ്റ്റിമുലേറ്റിംഗ് ആയിരിക്കും. എപ്പോഴും ഒരു സ്ഥലത്തെത്തിയാൽ ആ സ്ഥലത്തെ ആ വേദിയൊക്കെ കയ്യിലെടുക്കുന്ന, ഇപ്പോൾ നമ്മൾ ഷാരൂഖ് ഖാനൊക്കെ കണ്ടില്ലേ, ഷാരൂഖ് ഖാൻ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ഷാരൂഖ് ഖാൻ ആ വേദിയെ എൻ്റർലി പുള്ളിങ് കയ്യിലേക്ക് എടുക്കും. അതേപോലെ അങ്ങനത്തെ ഒരു എൻ്റർടൈനിങ് പേഴ്സണാലിറ്റി ആയിരിക്കും. ദെൻ ബി ഓപ്പൺ ആൻഡ് ഫ്ലെക്സിബിൾ, തുറന്ന് സംസാരിക്കും, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും, ഭയങ്കര ഫണ്ണായിരിക്കും, സിറ്റുവേഷൻസിൽ ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും, ആരോട് സംസാരിക്കും, അത് ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ആണായാലും പെണ്ണായാലും ഒക്കെ മിക്സറായി സംസാരിക്കും, അതൊക്കെ ഒരു ട്രൈറ്റ് ആണ്. ദെൻ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരോട് നമ്മൾ ഒരിക്കലും കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. കാരണം ഇവർക്ക് കുറേ കാര്യങ്ങൾ ആവശ്യമില്ല. ഇവർക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിൻ്റെ A to Z കാര്യങ്ങൾ ഇവരോട് ഇങ്ങനെ ബ്രീഫ് ചെയ്യുന്നവർക്ക് ഇഷ്ടമല്ല. ഇവർക്ക് എപ്പോഴും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി ഏതൊരു കാര്യത്തിനെ പറ്റി.
പിന്നെ ഒരിക്കലും ഇവർക്കൊരു റൊട്ടീൻ ഇവർക്ക് ഒരിക്കലും ഒരു ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു റൊട്ടീൻ ഇല്ലാത്ത ആൾക്കാരായിരിക്കും അധികം. മറ്റുള്ള ബ്ലൂ ഒക്കെ ആണെങ്കിൽ ഒരു റൊട്ടീൻ ഉള്ളവരാണെങ്കിൽ ഇവർക്കൊരു റൊട്ടീൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്. എപ്പോഴും ഒരു റൊട്ടീനിൽ നിന്ന് പുറത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനാണ് ഇവർ പലപ്പോഴും വിചാരിക്കുക. പിന്നെ ഇവർക്ക് എപ്പോഴും ആസ്കിങ് മീ ടു വർക്ക് അലോൺ, എപ്പോഴും ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം. ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് ആര് ഇവരെന്ന് പറയുന്നത്. കാരണം എപ്പോഴും ആ ഒരു കൂട്ടായി ഒരുമിച്ച് ചേർന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ആര് ഈ ബ്ലൂ യെല്ലോയിൽ വരുന്ന ആൾക്കാർ. അതാണ് ആസ്ക് മീ ടു വർക്ക് എലോൺ എന്നുള്ളത് അവർക്ക് ഇഷ്ടമില്ല. എപ്പോഴും കുറേ ആളുകളുടെ നടുവിൽ നിന്നുകൊണ്ടൊക്കെ നിൽക്കുക, അതൊക്കെയാണ് പൊതുവെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയക്കാരെ ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു യെല്ലോ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരായിരിക്കും. അവരാണ് കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് ഷൈൻ ചെയ്യുക. ഇപ്പം നമ്മളെ ഒരു പീപ്പിൾസ് അറ്റൻഷൻ ഗെതർ ചെയ്യുക, ആൾക്കാരുടെ സ്നേഹം വലിച്ചെടുക്കുക. അപ്പോൾ അതൊക്കെ ഈ ഒരു ഗ്രൂപ്പിൽ വരുന്ന അല്ലെങ്കിൽ ഫിലിം സ്റ്റാർസ്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ അങ്ങനെ എപ്പോഴും സ്റ്റാറായി നിൽക്കുന്ന ആൾക്കാരൊക്കെ പൊതുവെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതാണ് യെല്ലോ ബേസ്ഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് വളരെ ലാസ്റ്റ് എന്ന് പറയുന്നത് ഫിയറി റെഡ്. ഇപ്പോൾ കുറച്ചുകൂടി ഡോമിനൻ്റ് ആയിട്ടുള്ള, കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ട്രേറ്റുള്ള ആൾക്കാരെയാണ് നമ്മളത് പറയുക ഈ ഒരു ഫിയറി റെഡ് പേഴ്സണാലിറ്റി ഉള്ളവരെന്ന് പറയും. ഇവരുടെ ഗോൾസ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അച്ചീവ്മെൻറ്റ് ആൻഡ് മീറ്റിംഗ് ചലഞ്ചസ് ആണ്. അതായത് പേഴ്സണലായിട്ട് അച്ചീവ്മെൻറ്റുകൾ നേടുക, പിന്നെ വളരെ ഒരു മീറ്റിങ്ങിലൊക്കെ ഒരു ഹെഡ് ചെയ്ത് നിൽക്കുക, അതൊക്കെയാണ് ഇവരുടെ ഗോൾസ് എന്ന് പറയുന്നത്. അപ്രോച്ച് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ ഇന്നർ സെർട്ടനിറ്റി ആൻഡ് ഫോക്കസ് ഓൺ ആക്ഷൻസ്. നമ്മുടെ ആക്ഷൻസിൽ ഫോക്കസ് ചെയ്യുക, പിന്നെ നമ്മുടെ ഉള്ളിലത്തെ ഒരു ഇന്നർ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യുക, അതൊക്കെയാണ് ഇവരുടെ ആക്ഷൻസ്. പിന്നെ സീൻ ബൈ അതേഴ്സ് ആർ ഇംപേഷ്യൻ്റ് ആയിരിക്കും. എപ്പോഴും ഇവർ ഇംപേഷ്യൻ്റ് ആയിരിക്കും, കാരണം ഇവർക്ക് എപ്പോഴും ഒരു ഗോൾ ഉണ്ടാവും, ലൈഫിലുണ്ടാവും, അവരപ്പം ചെയ്യുന്ന ജോലിയിലുമൊക്കെ ഇപ്പം ഒരു ഗോൾ ഉണ്ടാവും. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവരെപ്പോഴും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അതിനുവേണ്ടി ഇവരെപ്പോഴും ഇംപേഷ്യൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു IT-യിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് വൈകുന്നേരം 7 മണിക്കുള്ളിൽ ഇന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം എന്ന് അവർ നേരത്തെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കും അവർ വർക്ക് ചെയ്യുക. അതിനിടയിൽ അവർ മറ്റൊന്നും ചിന്തിക്കില്ല, എത്രയും പെട്ടെന്ന് 7 മണിക്കുള്ളിൽ എൻ്റെ ആ ജോലി കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അവരെപ്പോഴും ഇംപേഷ്യൻ്റ് ആയിരിക്കും, ഒരു റിലക്റ്റസ് ആയിരിക്കും, എപ്പോഴും ഒരു വർക്ക് ഹോളിക് ആ ഒരു നേച്ചർ കാണിക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ളൊരു അഡമൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വരുന്ന ആൾക്കാരാണ് പൊതുവേ റെഡിൽ വരിക എന്നുള്ളത്. അപ്പോൾ ഇവരുടെ ഡൂസ് ആൻഡ് ഡോൺസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഡൂസ് നോക്കുന്ന സമയത്ത് ബി ഡയറക്റ്റ് ആൻഡ് ടു ദി പോയിന്റ് ആണ്. ഈ പറഞ്ഞ പോലെ എപ്പോഴും പിൻ പോയിന്റഡ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുക, അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. പിൻ പോയിന്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഫോക്കസ് ഓൺ റിസൾട്ട് ആൻഡ് ഒബ്ജക്റ്റീവ്. ഇപ്പോൾ മറ്റുള്ളതിനൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് എപ്പോഴും നമ്മുടെ റിസൾട്ട് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അതിൽ മാത്രം ശ്രദ്ധിക്കുക. നമ്മൾ അവിടെ പോയാൽ നമുക്കെന്ത് കിട്ടും, നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും എന്നുള്ളതാണ് അവരുടെ ആ റിസൾട്ട്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. പിന്നെ ബി ബ്രീഫ്, ബി ബ്രൈറ്റ് ആൻഡ് ബി കോൺ. അതെ, പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ചുരുക്കി പറയുക, എപ്പോഴും നല്ല ബ്രൈറ്റ്, എപ്പോഴും നല്ല ആക്റ്റീവായി നിൽക്കുക, ആൻഡ് അത് കഴിഞ്ഞാൽ അത് വിട്ടിട്ട് പോവുക. അതാണ് ഇവരുടെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ. അപ്പം എപ്പോഴും പിൻ പോയിന്റായിട്ട് വളരെ ഷോർട്ടായി സംസാരിക്കുക, ഷോർട്ടായ കാര്യങ്ങൾ ചെയ്യുക, നിൽക്കുന്ന സമയത്ത് നല്ല ആക്റ്റീവായിട്ട് നിൽക്കുക, അതിനുശേഷം നമ്മുടെ ജോലി കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലം നമ്മൾ വിടുക, അല്ലെങ്കിൽ ദെൻ ലീവ് ഇറ്റ് ദാറ്റ്. അതാണ് അവരുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും വളരെ ചെറിയ സമയം കൊണ്ട് നമ്മുടെ ആക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്ലാന് പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മൊത്തത്തിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഇവർക്ക് എന്തൊക്കെ ഇഷ്ടമില്ലാത്തതെന്ന് ചോദിച്ചാൽ, ഈ വാഫിൾ, അതായത് പിന്നെ എന്താ പറയുക, ഒരുപാട് ആളുകളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നവർക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ ഫോക്കസ് ഓൺ ഫീലിങ്സ്, ഈ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് പൊതുവേ ഇവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ് ഈ ആളുകൾ എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ കാര്യങ്ങൾ മറ്റുള്ള ഏറ്റെടുക്കുന്നത് ഇവർക്ക് തീരെ ഇഷ്ടമല്ല. അതെന്താണ് ഇവർക്ക് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവർക്കൊരു കൃത്യമായ ഒരു റെസ്പെക്റ്റ് കിട്ടണമെന്ന് ഇവർ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവരുടെ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റെഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡോമിനൻ്റ് ആയിട്ടുള്ള, കുറച്ചുകൂടി ഫോക്കസ് ഓറിയൻ്റ് ആയിട്ടുള്ള, റിസൾട്ട് ഓറിയൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് എപ്പോഴും ഒരു ഇമോഷൻസ് അത്ര പ്രാധാന്യം കൊടുക്കാത്ത ആൾക്കാരാണ്. എപ്പോഴും ചെയ്യുന്ന ജോലി അല്ലെ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ ആ കാര്യങ്ങളാണ് കുറച്ചുകൂടി ശ്രദ്ധിക്കുക. അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവരൊരു അഡമൻ്റ് ആണ് എന്നൊക്കെ നമുക്ക് സാധാരണയായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചില കാര്യങ്ങളൂടെ പറയാണ്. അപ്പോൾ നമ്മളപ്പോൾ ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ഈ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ അധികം ഈ ബ്ലൂ കളർ പേഴ്സണാലിറ്റിയുടെയും ഗ്രീൻ കളർ പേഴ്സണാലിറ്റിയുടെയും ഒരു മിക്സിങ് അപ്പ് ആയിരിക്കും പൊതുവെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ വരുന്ന ആൾക്കാർ. അപ്പോൾ ആ ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ, ഇപ്പം ഒരു കാര്യം ഇതിന് മുന്നേ പറയാനുള്ളത്, ഇപ്പം 4 പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ മനുഷ്യന്മാരൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യുമെങ്കിലും ഇതിലെ പല പേഴ്സണാലിറ്റിയുടെയും ചെറിയ ചെറിയ ട്രേറ്റുകൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഒരിക്കലും ഒരു മനുഷ്യൻ കംപ്ലീറ്റ്ലി ബ്ലൂ ആണ്, ഗ്രീൻ ആണ്, റെഡ് ആണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല.
കാരണം പലതിനും ഇപ്പോൾ ഒരാൾ ബ്ലൂ ആണെങ്കിൽ പോലും അയാൾ റെഡിൻ്റെ ചില അംശങ്ങളുണ്ടാവും, യെലോയുടെ ചില അംശങ്ങളുണ്ടാവും, ഗ്രീനിൻ്റെ ചില അംശങ്ങളുണ്ടാവും. അപ്പം എങ്ങനെ അപ്പോൾ ഗ്രീൻ ഇപ്പം റെഡ് ആണെങ്കിൽ പോലും അതിൽ കുറച്ച് ബ്ലൂ ഉണ്ടാവും, കുറച്ച് ഗ്രീൻ ഉണ്ടാവും, കുറച്ച് യെല്ലോ ഉണ്ടാവും. അപ്പം എപ്പോഴും നമ്മളൊരു മെയിൻ പേഴ്സണാലിറ്റിയിൽ നമ്മൾ ലൈ ചെയ്യുന്നുവെങ്കിലും പല പേഴ്സണാലിറ്റിയുടെയും ചെറിയ ചില അംശങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്ലൂവിൻ്റെയും ഗ്രീനിൻ്റെയും ഒരു മിക്സാണ് ഇൻട്രോവേർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വളരെ ക്വയറ്റ് ആയിരിക്കും, എല്ലാം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്, വളരെ ഡെപ്തിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്, അത്ര പിന്നെ വളരെ റിസർവ്ഡ് ആയിരിക്കും, പിന്നെ കൺസിഡർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും, എന്തിനെ പറ്റിയും വളരെയധികം ശ്രദ്ധിക്കുന്ന ആൾക്കാരായിരിക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കുന്ന എപ്പോഴും ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. അതൊക്കെയാണ് ഇൻട്രോവേർട്ടിൽ ഉണ്ടാവുക. എന്നാൽ ഈ എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ അത് അധികം ഈ റെഡിൻ്റെയും യെലോയുടെയും ഒരു മിക്സിംഗ് അപ്പാണ് എക്സ്ട്രോവേർട്സ്. റെഡ് ആൻഡ് യെല്ലോ അവിടെ എനർജറ്റിക് ആയിരിക്കും, ഭയങ്കര ഇംപ്ലൈഡ് ആൻഡ് എന്താ പറയുക ഷൈനിങ് ആയിരിക്കും, എപ്പോഴും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവും, എപ്പോഴും ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും, സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, അറുത്ത് മുറിച്ച് സംസാരിക്കും, വളരെ ഷാർപ്പായിരിക്കും, വളരെ പിൻ പോയിന്റ് ആയിരിക്കും. അതൊക്കെയാണ് എക്സ്ട്രോവേർട്സിൻ്റെ ഒരു പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ലോകത്തിലെ 700 കോടി ജനങ്ങൾക്കും ഇത് അപ്ലിക്കബിൾ ആണ് എന്നല്ല, ഇത് കുറേ സ്ഥലങ്ങളിൽ ഇത് ഇതേപോലെ വരുന്നുണ്ട്. ഇനി ഇത് ഈ രീതിയിൽ വരാത്ത ഒരുപാട് സിറ്റുവേഷൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു സ്റ്റഡിയുടെ ബേസിസ് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഇത് ഒരു 80% ഇത് ഇതേപോലെ കാര്യം നടക്കുന്നുണ്ട്. ബാക്കി 20% ഒരിക്കലും ഇതുപോലെയൊന്നല്ല. നമ്മൾ ഈ പറയുന്നതൊക്കെ ബിയോണ്ട് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളും സിറ്റുവേഷൻസും ഒക്കെ ഉണ്ട് താൻ. ഓക്കെ, പിന്നെ നമ്മൾ ഈ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ബ്ലൂ, അതായത് നമ്മൾ ബ്ലൂ ആൻഡ് റെഡ് എന്നുള്ള പേഴ്സണാലിറ്റി, ബ്ലൂ ആൻഡ് റെഡ് പേഴ്സണാലിറ്റി വരുന്ന ആൾക്കാരുണ്ട്. അപ്പം ബ്ലൂവും റെഡും മിക്സപ്പ് ആയി വരുന്ന പേഴ്സണാലിറ്റി വരുന്ന ആൾക്കാരിൽ എപ്പോഴും പ്രിഫറൻസ് ഫോർ തിങ്കിങ് ആയിരിക്കും. കാരണം എപ്പോഴും ഭയങ്കരമായി ചിന്തിക്കുക, കോമ്പറ്റീറ്റീവ് ആവുക, ടാസ്ക് ഓറിയൻ്റ് ആവുക, സിസ്റ്റമാറ്റിക് ആവുക, അതൊക്കെയാണ് ഈ ബ്ലൂ ആൻഡ് റെഡ് ഒരുമിച്ച് വരുന്ന ആൾക്കാർ. ഇനി ചില ആൾക്കാർക്ക് ഗ്രീൻ ആൻഡ് യെല്ലോ ഒരുമിച്ച് വരും. അപ്പോൾ അവർ കുറച്ചുകൂടി ഒരു ഇമോഷണൽ പേഴ്സൺ ആയിരിക്കും, പ്രിഫറൻസ് ഫോർ ഫീലിംഗ്, ഒരു ഫീലിംഗ് പേഴ്സൺ ആയിരിക്കും അവരെന്ന് പറയുന്നത്. അപ്പോൾ അവർക്കാണെന്ത് ഈ ഗ്രീനും യെല്ലോയും ഒരുമിച്ച് വരുന്നവർ കുറച്ചുകൂടി ഇമോഷണൽ പേഴ്സൺസ്. അപ്പോൾ അവർക്കാണെന്ത് ഇൻഫോർമൽ ആയിരിക്കും, വളരെ പേഴ്സണൽ ആയിരിക്കും, പൊളൈറ്റ് ആയിരിക്കും, എല്ലാവരെയും എന്താ പറയുക അംഗീകരിക്കുന്നവരായിരിക്കും, എല്ലാവരെയും കെയർ ചെയ്യുന്നവരായിരിക്കും, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നവരായിരിക്കും, എല്ലാവരും ഹാർമോണിയസ് ആണ്, ഒരു മോറൽ സൈഡിനെ പറ്റി ചിന്തിക്കുന്നവരാണ്. അങ്ങനത്തെ ആൾക്കാരാണ് പൊതുവെ ഈ ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ പേഴ്സണാലിറ്റിയിൽ വരിക. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഒരു ട്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏത് പേഴ്സണാലിറ്റിയിലാണ് വരിക എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് നമുക്ക് 4 പേഴ്സണാലിറ്റി ഓവർവ്യൂസ് ഉണ്ട്. കൂൾ ബ്ലൂ ഉണ്ട്, ഫിയറി റെഡ് ഉണ്ട്, സൺഷൈൻ യെല്ലോ ഉണ്ട്, എർത്ത് ഗ്രീൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇടാൻ വേണ്ടി, ഒന്ന് മെസ്സേജ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, നിങ്ങൾ ഏത് പേഴ്സണാലിറ്റിയിലാണ് വരുന്നത് എന്നുള്ളത്? എനിക്ക് ഏറ്റവും കൂടുതൽ ഏത് പേഴ്സണാലിറ്റിയാണ് ഇതിൽ ഈ ഗ്രൂപ്പിലുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് മെസ്സേജ് ഡ്രോപ്പ് ചെയ്യും. അല്ലെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാലും മതി. നിങ്ങൾ ഇപ്പം ഇത്രയും ഞാൻ പറഞ്ഞതിന് ശേഷം യെല്ലോ ആൻഡ് ഗ്രീൻ. യെല്ലോ ആൻഡ് ഗ്രീൻ. ഓക്കെ, ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാലും മതി. ഇപ്പൊ ഒരാൾ പറഞ്ഞു യെല്ലോ ആൻഡ് ഗ്രീൻ ആണെന്ന് പറഞ്ഞു, ബാക്കിയുള്ളവര് ഗ്രീൻ. ഓക്കെ, ഗ്രീൻ. അബ്ദുൾ റസാഖ് സാറ് ഗ്രീൻ ആണെന്ന് പറഞ്ഞു. യെല്ലോ ആൻഡ് ഗ്രീൻ. യെല്ലോ ആൻഡ് ഗ്രീൻ. ഓക്കെ, മറ്റുള്ളവരൊക്കെ ഉറങ്ങിപ്പോയോ? മെസ്സേജ് ഉണ്ട്. ബ്ലൂ ആൻഡ് ഗ്രീൻ യെസ്, ബ്ലൂ ആൻഡ് ഗ്രീൻ. യെസ്, യെല്ലോ ആൻഡ് ഗ്രീൻ. യെല്ലോ ആൻഡ് ഗ്രീൻ. ഓക്കെ, യെല്ലോ ആൻഡ് ഗ്രീൻ. ഓക്കെ, ഓക്കെ. ഓക്കെ, അപ്പോൾ യെല്ലോ ആൻഡ് ഗ്രീൻ ആണ് ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത്. അങ്ങനെ തന്നെയായിരിക്കും. കൂടുതൽ ആളുകൾ ഗ്രീൻ ആവാനാണ് സാധ്യത. നമ്മൾ ഏതൊരു പോപ്പുലേഷൻ എടുത്ത് നോക്കിയാലും കൂടുതൽ ആൾക്കാർ എപ്പോഴും ഗ്രീൻ ആയിരിക്കും. പിന്നെ ഗ്രീൻ കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഉണ്ടാവുക പിന്നെ ബ്ലൂ ആവാനാണ് സാധ്യത, ബ്ലൂ. അപ്പോൾ ഗ്രീൻ ഏറ്റവും കൂടുതൽ ഉണ്ടാവും, പിന്നെ ബ്ലൂ ആയിരിക്കും ഉണ്ടാവുക, പിന്നെ യെല്ലോയും, പിന്നെ ഏറ്റവും കുറവുണ്ടാവാൻ സാധ്യത റെഡുമാണ്.
അതൊരു ചാൻസിന്റെ ഒരു സ്റ്റഡീസിന്റെ ബേസിസിൽ പറയുന്നതാണ്. അപ്പം അങ്ങനെയാണ് പൊതുവേ ലോകത്തിൽ ഉണ്ടാവുക. അതിൽ തന്നെ പലപ്പോഴും പല മിക്സിംഗ് അപ്പുകൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഗ്രീൻ ആണെങ്കിൽ പോലും അതിൽ ബ്ലൂവിന്റെ ഒരു അംശം നമ്മളിൽ ഉണ്ടാവും, ചിലപ്പോൾ റെഡിന്റെ ഒരു അംശം നമ്മളിൽ ഉണ്ടാവും. അപ്പോൾ അതുകൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നമുക്ക് എപ്പോഴും നല്ലതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും എന്തായാലും ഈ ഗ്രൂപ്പിലെ ഭൂരിഭാഗം ആൾക്കാരും ഗ്രീൻ ആയിരിക്കും, കുറച്ച് ആൾക്കാർ ബ്ലൂ ആയിരിക്കും, പിന്നെ വളരെ കുറച്ച് ആൾക്കാർ യെല്ലോ ആയിരിക്കും, പിന്നെ വളരെ ഒരു 2-3 ആൾക്കാർ മാത്രം റെഡും ആയിരിക്കും. എല്ലാ ആൾക്കാരും ഉണ്ടാവും. നമ്മൾ ഏത് ഗ്രൂപ്പ് എടുത്താലും, നമ്മുടെ ജോലി സ്ഥലം എടുത്താൽ, നമ്മുടെ വീട് എടുത്താൽ, നമ്മുടെ ഫാമിലി എടുത്താൽ, നമ്മുടെ നാടെടുത്താൽ, എല്ലാ സ്ഥലത്തും ഈ പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ആൾക്കാരുണ്ട്. അപ്പോൾ ഈ അവരുടെ പേഴ്സണാലിറ്റി നമ്മളൊന്ന് അറിഞ്ഞു വെച്ചാൽ നമുക്ക് പലപ്പോഴും പലതരത്തിലുള്ള ഈ കൺഫ്രണ്ടേഷൻസ് അല്ലെങ്കിൽ ഈ കോൺഫ്ലിക്റ്റുകൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പം ചില സ്ഥലത്ത്, ഇപ്പോൾ നമ്മുടെ ജോലി സ്ഥലത്ത്, ഇപ്പോൾ നമ്മളോട് ബോസ് നമ്മളോട് ഇങ്ങനെ പെരുമാറുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ആലോചിക്കാം, യെസ് ഇയാൾ ഇങ്ങനത്തെ ടൈപ്പുള്ള പേഴ്സൺ, അപ്പോൾ അയാളോട് നമ്മൾ അങ്ങനെ ഡീൽ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്ന സമയത്ത് ഇയാൾ ഇങ്ങനെയാണല്ലോ, അപ്പോൾ നമുക്ക് ആ രീതിയിൽ ഇയാളോട് പെരുമാറിയ കുറച്ചുകൂടി ആ ഒരു കൺഫ്രണ്ടേഷൻസ്, നമ്മുടെ തർക്കങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതൊക്കെ നമുക്ക് അതിലൂടെ നോക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ പലപ്പോഴും നമ്മൾ ഈ കല്യാണങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത്, എപ്പോഴും കല്യാണം കഴിക്കുക അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലൊക്കെ ആകുന്ന സമയത്ത് പലപ്പോഴും ഒരേ പേഴ്സണാലിറ്റി ആൾക്കാരാണെങ്കിൽ അത് അധികം ഒത്തുപോകാൻ സാധ്യതയില്ല. ഇപ്പോൾ രണ്ടുപേരും യെല്ലോ ആണെങ്കിൽ, രണ്ടുപേരും ഗ്രീൻ ആണെങ്കിൽ, അല്ലെങ്കിൽ രണ്ടുപേരും ബ്ലൂ ആണെങ്കിലൊക്കെ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. എപ്പോഴും വ്യത്യസ്ത കളർ ഇൻസൈറ്റ് ഉള്ള പേഴ്സണൽ ആൾക്കാർ ഒരുമിക്കുന്നതായിരിക്കും നല്ലത്. അതാണ് ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത. രണ്ടുപേരും ഒന്നാണെങ്കിൽ പലതരത്തിലുള്ള കൺഫ്രണ്ടേഷൻസും ഇഷ്യൂസും ഒക്കെ വരാനും ഒക്കെ ഒരു സാധ്യത അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹിന്ദു മിത്തോളജിയിലൊക്കെ ജാതകമൊക്കെ നോക്കുന്നതിന് പകരം നമ്മളിപ്പോൾ പറയാറ്, ഈ ഒരാളുടെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒരാളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം, അയാളുടെ ബിഹേവിയർ നോക്കണം, കൂടാതെ അയാളുടെ പേഴ്സണാലിറ്റി കൂടെ നോക്കണം. അപ്പോൾ ആ നോക്കുന്ന സമയത്ത് നോക്കിയിട്ട് നമുക്ക് ആപ്റ്റ് ആൾക്കാരെ തിരഞ്ഞെടുക്കണം എന്നാണ് നമ്മളിപ്പോൾ അധികം നമ്മൾ പറയാറ്. അല്ലാതെ ഈ ജാതകമല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ സമ്പത്ത് കയ്യിലൊന്നും അല്ല കാര്യങ്ങൾ. ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഇപ്പം ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ഉള്ള ഡിഫറെൻറ്റ് കളറുള്ള ആൾക്കാരൊക്കെ ഒരുമിച്ച് വരുമ്പോഴാണ് എപ്പോഴും നന്നാവുക. അപ്പോഴും അങ്ങനെയാണ് പൊതുവെ മനുഷ്യൻ്റെ ബ്രെയിൻ അങ്ങനെയാണ്. ഈ ലവ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അധികം എപ്പോഴും ഒരേ പേഴ്സണൽ ആൾക്കാരോട് നമുക്ക് അധികം ലവ് ഉണ്ടാവില്ല. എപ്പോഴും ഇപ്പോൾ ഒരു യെല്ലോ ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ റെഡ് ഉള്ള ആളോട് ഒരു ഇൻട്രസ്റ്റ്, ഒരു ലവ് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഗ്രീൻ ഉള്ള ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ ബ്ലൂ ഉള്ള ആളോടായിരിക്കും ചിലപ്പോൾ ലവ് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പം അങ്ങനെ അങ്ങനെ ആ ഒരു ക്രിസ് ക്രോസ് ആയിട്ട് ഉണ്ടാവുന്നതാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞു വെക്കുന്നത് ഈ പറഞ്ഞ പോലെ എപ്പോഴും നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും നല്ലൊരു ഹാർമോണിക് ലിവിങ്ങിന്, വലിയ പ്രശ്നങ്ങളില്ലാതെയുള്ള മുന്നോട്ട് പോക്ക് നമുക്ക് എപ്പോഴും ഇത് നല്ലൊരു ഉപകാരപ്രദമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഓക്കെ, താങ്ക് യു അശ്വിൻ സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു. അപ്പം ടീം മെമ്പേഴ്സ് അവരുടെ ക്യാരക്ടറൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. സർ ഇപ്പോൾ പറഞ്ഞു, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. അതുപോലെ നമുക്കിതിൽ പുതിയ മെമ്പേഴ്സൊക്കെ വന്നിട്ടുണ്ടല്ലോ, ജോയിൻ ആയിട്ടുണ്ടല്ലോ. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണേ പുതിയ ആളുകൾ. അതുപോലെ തന്നെ ഇന്നത്തെ സെഷനെ കുറിച്ചിട്ടുള്ള ഒരു ഒപ്പീനിയനും, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ചോദിക്കാം. പുതിയ ആളുകളൊന്ന് പരിചയപ്പെടുത്തോളൂ. ആതിര മാം. ഹലോ, ആതിര മാം. യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. എൻ്റെ പേര് ആതിര എന്നാണ്. കോഴിക്കോടാണ് പ്ലേസ്, ഫറൂഖ്. നിലവിൽ ചൈൽഡ് സൈക്കോളജിസ്റ്റ് ട്രെയിനിയായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം ഇന്ന് ആദ്യമായിട്ടായിരുന്നു സെഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 2-3 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ജോയിനിങ് ആയിട്ടുണ്ടായത് മെഡിറ്റേഷനിൽ. എന്നാലും പകുതി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അടിപൊളിയായിരുന്നു. ഗ്രൂപ്പിൽ ഒത്തിരി നേരത്തെ എഴുന്നേൽക്കുന്നവരുണ്ടെന്നൊക്കെ മനസ്സിലായി. ഞാൻ 5:30 ആവുന്ന സമയത്താണ് ജോയിനിങ് ആയിട്ടുള്ളത്. എന്തായാലും ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ മാക്സിമം നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. രാവിലെയുള്ള മോർണിംഗിലുള്ള കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെയാണ്, എന്നാലും ക്ലാസ്സൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടുള്ള ഒരു ഇതിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, താങ്ക് യു ആതിര മാം, താങ്ക് യു സോ മച്ച്. വിഷാബ് സർ. വിഷാബ് സർ കേൾക്കുന്നുണ്ടോ?
ഓക്കെ ഓക്കെ. പറഞ്ഞോളൂ, പേടിക്കണ്ട. അറിഞ്ഞോളൂ. ഇന്നത്തെ സെഷന് വളരെ നന്നായിരുന്നു. പിന്നെ വളരെ കുറഞ്ഞ സമയമാണെങ്കിലും നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആളുകളുടെ വ്യത്യസ്തമായിട്ടുള്ള പേഴ്സണാലിറ്റികളെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള, ഇപ്പം പൊതുവെ നമ്മൾ ഇപ്പം എല്ലാം പണ്ടൊക്കെ നമുക്കറിയില്ല ഓരോരുത്തർ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇപ്പോൾ ഈ ഒരു അറിവും കൂടെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ അവരായിട്ട് അംഗീകരിക്കാൻ നമുക്ക് കഴിയും. ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അറിയുന്ന സമയത്ത് എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറാൻ കഴിയും. നല്ലൊരു അറിവായിരുന്നു ഇന്നത്തെ സെഷൻ ഉണ്ടായിരുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷങ്ങൾ. ഓക്കെ സാർ, ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാമോ? എൻ്റെ പേര് മിഷാബ് എന്നാണ്. ഞാൻ ഒരു സ്പിരിച്വൽ സ്കോളറും കൂടെയാണ്, അതുപോലെ കൗൺസിലറും കൂടെയാണ്. നാട്ടില് നാദാപുരം സ്കൂൾ വർക്ക് ചെയ്യാണ് ടീച്ചറായിട്ട്. ഓക്കെ, താങ്ക് യു മിഷാബ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ടീം, നമ്മുടെ അശ്വിൻ സാറുടെ സെഷനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും വരുന്നില്ലല്ലോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മുസ്തഫ സർ, പറഞ്ഞോളൂ. നല്ലൊരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്. കാരണം നമ്മൾ ആളുകളെ എങ്ങനെ തിരിച്ചറിയാനുള്ള ഒരു ഏറ്റവും വലിയൊരു ക്ലാസ് ആയിരുന്നു ഇന്നത്തെ സെക്ഷനിൽ എടുത്തത്. നമ്മളെ 4 ഗ്രൂപ്പായി തിരിച്ചല്ലോ. നമ്മൾ ആളുകളെ മനസ്സിലാക്കി അത് ആ രീതിയിലേക്ക് നമുക്ക് പെരുമാറാൻ, അവരായിട്ട് കൂടുതൽ ഇടപഴകാനൊക്കെ പറ്റും. നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. കാര്യങ്ങളെ മനസ്സിലാക്കാനും പുതുതായിട്ടാണ് ഇത്രയും ക്ലാസ് ഒക്കെ മനസ്സിലാക്കിയത്. ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഓക്കെ, താങ്ക് യു മുസ്തഫ സർ. മാജിക് മോർണിംഗ്. പ്രീത മാം, പറഞ്ഞോളൂ. അശ്വിൻ സാർ, വളരെ നല്ലൊരു ടോപ്പിക്. അതായത് വ്യത്യസ്ത തരത്തിലുള്ള പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി സാറ് 4 കളേഴ്സ് പറഞ്ഞ അതില് ഞാൻ ആദ്യം കേട്ടപ്പോൾ വിചാരിച്ചു ബ്ലൂ ആയിരിക്കുമെന്ന്. അപ്പൊ പിന്നെ അതിലുണ്ട് കുറച്ച്, ഗ്രീനിലുണ്ട് കുറച്ച്, പിന്നെ ഇമോഷണലി പേഴ്സണാലിറ്റി അങ്ങനെയുള്ള ഒരു വന്ന മുമ്പ് അല്ല യെല്ലോ ആയിരിക്കും അങ്ങനെ വന്നു. അപ്പൊ നോക്കിയപ്പോ ശരിക്കും ഗ്രീനും യെല്ലോ ആണ് കൂടുതലായിട്ടും നമ്മുടെ ഒരു ക്യാരക്ടർ എന്ന് തോന്നി. ഓക്കെ, വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മള് ലൈഫിലായാലും ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആ ഒരു ലെവലായാലും നമ്മളതൊന്ന് മനസ്സിലാക്കിയിട്ട് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ ജീവിതം വളരെ സന്തോഷപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. പിന്നെ സാർ, നമ്മുടെ ഈ ഒരു ക്ലാസ് നോട്ട് കിട്ടാൻ വഴിയുണ്ടോ? കിട്ടിയാൽ ഉപകാരമായിരുന്നു. യൂട്യൂബിൽ അത് വരും, പ്രയോജനം. യൂട്യൂബിൽ വരും. ലിങ്ക് അല്ലാതെ, ഓക്കെ, ക്ലാസ്സിന്റെ അതല്ലാതെ ജസ്റ്റ് ആരെങ്കിലും ഉണ്ടാക്കിയാലും മതിയായിരുന്നു. അങ്ങനെ നമുക്ക് ഒരു ക്ലാസ് നോട്ട് ഉണ്ടാവുമല്ലോ, നമുക്ക് ഒരു കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനും കൂടെ പറ്റുന്ന. ഇത് എന്താ സംഭവം അറിയില്ല. യൂട്യൂബിൽ ഇതിന്റെ വരും, 2 ദിവസം കൊണ്ട് വരും. അപ്പൊ അതിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്തിരുത്താൽ മതി കേട്ടിട്ട്. ഓക്കെ. ക്ലാസ് റെക്കോർഡാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കണ്ട് നോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മാക്സിമം നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്താൽ മതിയാവും. ഓക്കെ, എനിവേ താങ്ക് യു പ്രീത മാം, താങ്ക് യു സോ മച്ച്. ബഷീർ സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു ശ്യാം സാർ. ഇഷ്ടപ്പെട്ടു. കാരണം ഓരോ പേഴ്സണാലിറ്റി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പെരുമാറുമ്പോൾ നമ്മളെ ഡീലിങ്സ് വളരെ നന്നായിരിക്കും. പ്രത്യേകിച്ച് ഫാമിലി ലൈഫിലും സോഷ്യൽ ലൈഫിലൊക്കെ വളരെ ഉപകരിക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബഷീർ സർ. ഓക്കെ, ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? മാജിക് മോർണിംഗ് യെസ്. സാർ, ഈ 4 വിഭാഗങ്ങളെ തിരിച്ചല്ലോ. ഈ 4 വിഭാഗങ്ങളിൽ എല്ലാവരെയും ഒരു അംശമുള്ള ആൾക്കാരുണ്ടാ സാധ്യതയുണ്ടാ? ഡൗട്ടാണ് സാർ.
ഓ, 4 വരുന്ന ആളുകളല്ലേ? ഓക്കെ, അങ്ങനെ ഉണ്ടാവാൻ സാധ്യത ആ ഉണ്ടോന്ന്? അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോഴും അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ ഡോമിനൻ്റ് കാണുക. ഏതെങ്കിലും ഒരു കളർ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി നമ്മൾ ഡോമിനൻ്റ് ആയിട്ടും ബാക്കിയുള്ളതിൻ്റെ ചെറിയ ചെറിയ ട്രേസസ് നമുക്ക് ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മളൊരു ഒരു ഒരു റെഡ് കളർ പേഴ്സൺ ആണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ ഇമോഷണലി ഭയങ്കര ഫ്രജൈൽ ആയിരിക്കും. അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇപ്പം നമ്മളൊരു ഒരു വേൾഡ് പോപ്പുലേഷനിലെ ഒരു വിഭാഗത്തിനെ മാത്രം സ്റ്റഡി ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ പറയുന്നത്. അപ്പം ഇതിലൊന്നും പെടാത്ത നമ്മൾ സ്റ്റഡിയിലൊക്കെ ഉൾപ്പെടാത്ത ആൾക്കാരും എന്തായാലും ഉണ്ടാവും. അപ്പം ഇത് പ്രകാരം മാത്രമേ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഇത് ജസ്റ്റ് ഒരു ആഡ് ഓൺ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. അപ്പം ഇങ്ങനെയാണ് ബേസിക്കലി വരിക. ഇങ്ങനെയൊന്നും അല്ലാത്ത ആൾക്കാർ ഈ പറഞ്ഞ ചിലപ്പോൾ 4 ഒരേപോലെ വരുന്ന ആൾക്കാരുണ്ടാവാം. ഓക്കെ, അപ്പം അങ്ങനെ ഒക്കെ ഉണ്ടാവാം. അതിനുള്ള സാധ്യതയുണ്ട് എന്തായാലും. ഓക്കെ സാർ, എന്റെ രണ്ടാമത്തെ ക്വസ്റ്റിന് ഉത്തരം സാർ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഇതുപോലെ തന്നെ ഈ സർവേ പ്രകാരം തന്നെ അല്ല എന്നുള്ളത് ആ, അതെ അതെ. ഡൗട്ട് അപ്പം ഇത് ഡൗട്ടായിരുന്നു. ഇതുപോലെ ആ, തന്നെ അതെ. ആയിരിക്കുമോ എന്നുള്ളത്. ഇപ്പം ലോകത്ത് 700 കോടി ആൾക്കാരല്ലേ. അപ്പം നമ്മൾ ചെറിയൊരു പോപ്പുലേഷൻ എടുത്തിട്ട് ചില വിദേശ യൂണിവേഴ്സിറ്റികളൊക്കെ നടത്തിയ സർവേസിന്റെ ഭാഗമായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് ഇപ്പം 700 കോടി ആൾക്കാരെയും പഠിക്കൽ ഒരിക്കലും പോസിബിൾ അല്ല. അപ്പം നമ്മൾ സാമ്പിൾ സൈസിനെ മാത്രമേ സ്റ്റഡി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലൊക്കെ എറേഴ്സും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്, ചാൻസസ് ഉണ്ടായില്ല. ഓക്കെ സാർ, താങ്ക് യു. മാജിക് പോയിന്റ്. താങ്ക് യു സനീത് സർ. പ്രസാദ് സർ. ആ, എന്തായാലും നല്ലൊരു ടോപ്പിക് ആയിരുന്നു ഇന്നത്തെ ഒരു ക്ലാസ് അല്ലേ. കാരണം വ്യത്യസ്തമായ നമ്മളെ ഡിമാജിക്കില് വ്യത്യസ്തമായ ഒരു ക്ലാസ്സുമായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഒരു സൈക്കോളജി ഒരുപാട് പഠനങ്ങളല്ലേ. അതേപോലെ 9 സ്വഭാവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, 4 ജീവികളെ കുറിച്ച് അതിന്റെ സ്വഭാവവുമായി ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇതൊരു വ്യത്യസ്തമായ ക്ലാസ്സുകളാണ്. ഞാൻ ഒരു അക്യുപഞ്ചറിസ്റ്റ് ആണ്. അപ്പൊ അത് 5 എലമെന്റ് തിയറി എന്നൊരു തിയറി ഞങ്ങൾക്കുണ്ട്. ഈ 5 എലമെന്റിൽ ഇതേപോലെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് എർത്ത്, വാട്ടർ, ഫയർ, ഇതുമായി ബന്ധപ്പെടുത്തി ആളുകളുടെ സ്വഭാവങ്ങളും അവർക്ക് വരുന്ന രോഗങ്ങളും അവരുടെ ശരീരത്തിലെ കളറുകൾ, നാവിന്റെ കയ്യിന്റെ കളറുകളൊക്കെ നോക്കിയിട്ടുള്ള ട്രീറ്റ്മെന്റ് തന്നെയാണ് ഈ അക്യുപഞ്ചർ എന്ന സംഭവം. അപ്പൊ അതേപോലെ ഇത് മനുഷ്യന്റെ സ്വഭാവത്തിലും ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. താങ്ക് യു സാർ. ഓക്കെ, സാർ താങ്ക് യു ഒരു പ്രസാദ് ഡൗട്ട്, സർ. നമ്മളെ ഈ ഹൈലി സക്സസ് ആയിട്ടുള്ള ആളുകള്, പിന്നെ ഒരു 1% എല്ലാം ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ ഇന്റലിജന്റ് ആയിട്ടുള്ള അവരൊക്കെ, പിന്നെ ഈ സയന്റിസ്റ്റുകൾ, അവരൊക്കെ ഏത് പേഴ്സണാലിറ്റിയാണ് ഇതിൽ വരിക? ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സക്സസ്ഫുൾ ആവാൻ നമുക്ക് ഇൻ്റലിജൻസ് ആവശ്യമില്ല എന്നുള്ളതാണ്. നമുക്കൊരു ബേസിക് ഇൻ്റലിജൻസ് മാത്രം മതി സക്സസ്ഫുൾ ആവാൻ. നമ്മൾ മറ്റൊരുപാട് കാര്യങ്ങളാണ് സക്സസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമ്മുടെ ഹാർഡ് വർക്ക്, നമ്മുടെ കൺസിസ്റ്റൻസി, വിജയിക്കാനുള്ള അതിയായ ആഗ്രഹം, അതൊക്കെയാണ് പലപ്പോഴും അതിന് കാരണമാകുന്നത്. അപ്പോൾ പൊതുവേ ഈ റെഡ് കളറുള്ള ആളുകളാണ് പൊതുവെ ഒരു ഇതിലുണ്ടാവുക എന്ന് പറയുന്നത് പൊതുവെ. പക്ഷെ അത് 100% ശരിയല്ല. അപ്പോൾ പൊതുവേ ഈ റെഡാണ് കുറച്ചുകൂടി ഒരു എന്താ പറയുക കാരണം അവർ ഇമോഷണലി അത്ര നോക്കാതെ എപ്പോഴും മുന്നോട്ട് കുതിക്കുന്ന ആൾക്കാരാണ് റെഡ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കാണ് ഒരു സക്സസ് റേറ്റ് കൂടുതൽ എന്ന് പറയപ്പെടുന്നു. പക്ഷെ അത് അങ്ങനെ തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ഇപ്പം യൂസഫ് അലി സാറിൻ്റെ ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പം പുള്ളിയൊക്കെ ഭയങ്കര ഇമോഷണലി എല്ലാ ആളുകളെയും കൺസിഡർ ചെയ്യുന്ന ഒരു ബ്ലൂ ടൈപ്പ് ആളാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആളാണ്. അപ്പം അങ്ങനത്തെ ആൾക്കാരുണ്ട്. എങ്കിലും പൊതുവെ സക്സസ് ഓറിയന്റഡ് ചിന്തിക്കുന്നതും അതിനുവേണ്ടി സക്സസിന് വേണ്ടി മാത്രം ശ്രമിക്കുന്ന ആൾക്കാർ പൊതുവെ റെഡ് ആണ്. അവർ മറ്റൊന്നിനെ പറ്റിയും ആലോചിക്കാറില്ല. പക്ഷെ അങ്ങനത്തെ അല്ലാത്ത ആളുകളും വളരെ ഇപ്പം നമുക്ക് പേഴ്സണലായിട്ട് അറിയുന്ന വളരെ സക്സസ്ഫുൾ ആയ ബിസിനസ്മാൻമാർ വളരെ ഇമോഷണലി ഒക്കെ എല്ലാവരെയും സഹായിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ സാർ. അപ്പൊ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ചേഞ്ച് വരുത്താൻ പറ്റുമെന്നാണ് പറയുന്നത് അല്ലേ? ചെറിയ രീതിയിലുള്ള ചില ചേഞ്ചുകളൊക്കെ നമുക്ക് ബൈ റെഗുലർ ട്രെയിനിങ്ങിൽ നമുക്ക് വരുത്താൻ വേണ്ടി സാധിക്കും. എങ്കിലും ഒരു ബൈ കോർ നമ്മൾ ഇതായിരിക്കും. അപ്പോൾ പക്ഷേ നമ്മൾ റെഗുലർ ട്രെയിനിങ്, നമ്മുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻസ് അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിച്ച് കുറേ ദീർഘകാലം കൊണ്ട് നമുക്ക് അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും ഒരു പരിധി വരെ. പക്ഷെ എങ്കിലും ചില സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസിലോ ഒക്കെ നമ്മുടെ ഉള്ളിലത്തെ നമ്മൾ എന്താണ് അത് പുറത്തു വരും. യെസ് യെസ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ.
അപ്പോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ്? മാജിക് മോർണിംഗ് സാർ. മണി സർ പറഞ്ഞോളൂ. നല്ലൊരു സെക്ഷൻ ആയിരുന്നു. നമ്മള് ആ പേഴ്സണാലിറ്റിനെ ഒരു 4 വിഭാഗമായി തിരിച്ച് അതിൽ നമ്മൾ ഏതൊക്കെ വരിക എന്നുള്ളതാണ്. അപ്പൊ ഞാനിപ്പം അത് അതായത് ബ്ലൂവും ഗ്രീനും ആണ് ഉള്ളത്. അപ്പം ഗ്രീന് കുറച്ച് ഡോമിനേഷൻ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ആരാണെന്ന് നമ്മളെ പേഴ്സണാലിറ്റി എന്താണെന്ന് കുറച്ചൊക്കെ മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ട് മറ്റുള്ള 2 ഇതിലും കുറേശ്ശെ നമ്മളിലേക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഈ റെഡും യെല്ലോന്റെ കൂടുതൽ റെഡ് വളരെ കുറവായിരിക്കും എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഏത് കാറ്റഗറി ആണെന്ന് മനസ്സിലാക്കി മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ അതേ രീതിയിൽ പെരുമാറാനും മറ്റുള്ളവർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് അവരോട് ആ രീതിയിലുള്ള ഒരു പെരുമാറ്റം, അതായത് ചിലപ്പം അവരങ്ങനെ പെരുമാറിയാലും നമ്മളത് ഉള്ളിലേക്ക് അങ്ങനെ എടുക്കണ്ട എന്നുള്ള ഒരു ഇതിലേക്ക് എത്താനും പറ്റും. അപ്പം ഇത്ര ഒരു നല്ലൊരു ക്ലാസ് ആണ് ഉണ്ടായത്. നമ്മളെ ക്യാരക്ടർ മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ ബിഹേവിയർ മനസ്സിലാക്കാനും പറ്റി. നമ്മൾ അവരെ നേച്ചർ എന്താണെന്നുള്ളത് നമുക്ക് ശരിക്ക് ഇവരെ നോക്കിക്കഴിഞ്ഞാൽ അവരെ ഈ പെരുമാറ്റത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരെ സംസാര രീതികളിൽ നിന്ന് നമ്മൾ ഏത് തരക്കാരാണ് അതിനനുസരിച്ചുള്ള ഒരു ഇത് നമ്മൾ എടുത്താൽ മതി. ചില കാര്യങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. അതായത് നല്ലൊരു സെഷൻ ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു മണി സർ, താങ്ക് യു സോ മച്ച്. അപ്പം റസാഖ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ ബേസ് ചെയ്ത് നമ്മുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെസ്റ്റ് വരുന്നുണ്ട്. അതിലൊന്ന് നമ്മളുടെ ഓഫീസിൽ വരുന്നുണ്ട്, നിങ്ങൾക്കറിയാം, ഡോപ്പ് ടെസ്റ്റ്. സാർ പറഞ്ഞ പോലെ പക്ഷികളുടെ ക്യാരക്ടർ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും റിസൾട്ടൊക്കെ വരുന്നത്. സോ അതിന് എന്താ കൺസൾട്ടിങ്ങും സേഫ് സാർ തന്നെയാണ് കൊടുക്കാറ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ദെൻ ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഫീഡ്ബാക്ക് പറയാൻ ആരെങ്കിലും ഉണ്ടോ ഇനി? ഇപ്പൊ മുഫീദ പറഞ്ഞ ടെസ്റ്റ് ഒരു 1.5 ടെസ്റ്റ് ആട്ടോ. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4 പക്ഷികളെ ആസ്പദമാക്കിയിട്ടുള്ള ടെസ്റ്റാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം ഇനി ആരും ഇല്ലാന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ അല്ലെ? ഓക്കെ, അപ്പം ഇന്ന് ഒരു സെഷൻ എടുത്ത അശ്വിൻ സാറിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. ഇനിയും അശ്വിൻ സാർ ഇതുപോലത്തെ സെഷനായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. താങ്ക് യു. Thank you, sir. Thank you all. Thank you, sir. Thank you all. Have a nice day. Thank you, sir. Thank you, sir. Thank you all. Good morning.